തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ രാഷ്ട്രീയ വിവാദം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ 10 പേർ ഒപ്പിടണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതിനാലാണ് പത്രിക തള്ളിയത്. ഇത് സാങ്കേതിക പിഴവല്ലെന്നും തൃണമൂൽ ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്രനാകാനുള്ള അൻവറിന്റെ അടവാണ് എന്നുമാണ് വിമർശനം. രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയാൽ പ്രബല മുന്നണികളെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ നാടകീയത. ആദ്യം മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അൻവർ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് തൃണമൂൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതിന് പിന്നാലെ PV അൻവർ സ്വതന്ത്രനായി. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറെ പരിചയമുള്ള PV അൻവർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പത്രിക സമർപ്പിച്ചത് മനഃപൂർവ്വമാണെന്നാണ് രാഷ്ട്രീയ വിമർശനം. പാർട്ടിയുടെ ബന്ധനങ്ങളില്ലാതെ തീരുമാനമെടുക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഏത് മുന്നണിയിലേക്കുമുള്ള പ്രവേശനം സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയ അടവ് നയമാണ് PV അൻവറിന്റേതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാളെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. അതുവരെയെങ്കിലും UDF-നോട് വിലപേശാനാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രിക മനഃപൂർവ്വം പിഴവ് വരുത്തി തള്ളിച്ചതെന്നും വിമർശനമുണ്ട്. കാര്യമായ പ്രചാരണ പരിപാടികൾ അൻവറിന് ഇന്നും ഉണ്ടായിരുന്നില്ല. അൻവർ ഫാക്ടർ പ്രതിപാദിക്കാതെയാണ് UDF പ്രചാരണം. ഞങ്ങൾ ആരാടൻ ഷൗക്കത്തിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല കാണുന്നത്, ഞങ്ങൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരമാണ്. ഇത് മലപ്പുറമാണ്, ഞങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിച്ചാൽ പോലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലീഗിനെയാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ അക്കാര്യം പറഞ്ഞു. LDF-ഉം UDF-ഉം BJP-യും പ്രചാരണ രംഗത്ത് സജീവമാവുമ്പോഴും PV അൻവറിന് ഇന്ന് കാര്യമായ പൊതുപ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി നാളെ എന്നിരിക്കെ പത്രിക പിൻവലിച്ച് അൻവർ മത്സരരംഗത്ത് പിന്മാറുമോ എന്ന ചോദ്യവും നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് മണ്ണിൽ ഉയരുന്നുണ്ട്. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ.